Hi everyone, hi beautiful souls, welcome and welcome back to our channel Soul Growth 11 മലയാളം. സോറി ഇവിടെ പവർ ഷട്ട് ഡൗൺ ആണ്, അപ്പം കറണ്ട് വന്നിട്ടില്ല, അതുകൊണ്ട് ലൈറ്റിങ്ങിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാകും. അതേപോലെ തന്നെ ജനൽ തുറന്നിട്ടുണ്ട്, വെളിയിൽ നിന്നുള്ള കുറച്ച് ഡിസ്റ്റർബൻസസും കാണും. സോ അത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടേണ്ട മെസ്സേജസ് മാത്രം റിസീവ് ചെയ്യുക. ഓക്കെ, സോ ഇന്ന് പെർട്ടിക്കുലറായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ആ സർവ്വത്തിലും ഉടമസ്ഥൻ നിങ്ങൾക്ക് തരാനുള്ള ആ ഒരു മെസ്സേജ് ഗൈഡൻസ്, നിങ്ങൾക്ക് വരാനുള്ള കാര്യം, അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ബ്യൂട്ടിഫുൾ സോൾസിന് അവരുടെ ലൈഫിലേക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഗൈഡൻസ്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, സ്പെഷ്യലി ഇന്ന് ഈ വീഡിയോ, അല്ലെങ്കിൽ എന്നാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അന്നത്തെ ആ ഒരു ദിവസം എങ്ങനെയായിരിക്കും, ഈ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു എനർജിയാണ് ഇന്ന് കണക്ട് ചെയ്യുന്നത്. ഇന്ന് എടുക്കേണ്ടതായിട്ടുള്ള പ്രിക്വേഷൻസ് ഫോർ ദ അപ്കമിങ് ഫ്യൂച്ചർ, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇസ് എനിത്തിങ് എൽസ് കണ്ടോണ്ടിരിക്കുന്ന ബ്യൂട്ടിഫുൾ സോൾസിന് ഇന്ന് കൊടുക്കാനുള്ള മെസ്സേജസ്, അത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ ഒന്നിലും നിങ്ങൾ കൂടുതൽ വറി ചെയ്തിരിക്കരുത് എന്നുള്ളൊരു ക്ലിയർ മെസ്സേജാണ് കിട്ടുന്നത്. ഓവർ തിങ്കിങ്, ഓവർ വെറി അതൊക്കെ ആയിട്ട് നിങ്ങൾ നടപ്പുണ്ടെന്നുള്ളൊരു കാര്യമാണ് കാണിക്കുന്നത്. ഓക്കെ, കൂടുതൽ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ, കുറേ ഡൗൺ ആക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടാകാം. പക്ഷെ ഒന്നിലും നിങ്ങൾ മൈൻഡ് ആക്കരുത് എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അതിലൊന്നും വീണ് പോകരുത് എന്നുള്ളൊരു കാര്യമാണ് സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്. ഇതൊരു ഇൻറ്റിമേഷൻ, എന്താണ്, ഒരു മുമ്പേ നിങ്ങൾക്കൊരു ഗൈഡൻസ് തരികയാണ്. നിങ്ങളത് ഓൾറെഡി നിങ്ങൾ ആ ഒരു സ്റ്റേറ്റിലാണെങ്കിലും, അല്ലെങ്കിൽ ഇനി ആ ഒരു സ്റ്റേറ്റിലേക്ക് ഇന്ന് നിങ്ങൾ പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങളെ പിൻവലിക്കാനായിട്ടുള്ള ഒരു സൂചനയായിട്ട് മാത്രം നിങ്ങളിതിനെ കരുതിയാൽ മതി. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഡൗൺ ആയിട്ട് എന്തെങ്കിലും തോട്ട്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഇതൊരു കളക്റ്റീവ് എനർജിയാണ്. ഇത് ഇപ്പം കിട്ടുന്ന മെസ്സേജ് കളക്റ്റീവ് എനർജിയാണ്. നിങ്ങൾക്ക് കുറേ പേർക്ക് ഈ ഒരു ഫീലിംഗ് ഉണ്ടാകാം, ഓവർ കൺഫ്യൂസ്, ഓവർ തിങ്കിങ്, ഇതൊക്കെ ഉണ്ടാകാം. പക്ഷേ അത് മനസ്സിലാക്കുക, അത് നമ്മുടെ ആവശ്യമില്ല, അതെല്ലാം മായയാണ്, അല്ലെങ്കിൽ നമ്മുടെ വെറും ആ ഒരു പേടി എന്നുള്ള ഒരു ഫീലിങ്സിൽ നിന്നും ഉണ്ടാവുന്ന കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ, ആ ഒരു ബോധത്തോടു കൂടി ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് കാണിക്കുന്നത്. ഓക്കെ, യെസ്, ഇന്ന് നിങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്, ഓവർ തിങ്കിങ് ഉണ്ടാകാം, അല്ലെങ്കിൽ മനസ്സിന് കൂടുതൽ പഴയ കാര്യങ്ങൾ ആലോചിച്ചോ, അല്ലെങ്കിൽ ഇപ്പോൾ റൈറ്റ് നിങ്ങളുടെ സിറ്റുവേഷന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതിരിക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് ഇതുവരെ അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ഇതുവരെ നടന്നിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ നടക്കുമോ, അല്ലെങ്കിൽ തുടങ്ങണമോ, നിങ്ങൾക്ക് കുറേ ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു വിഭ്രാന്തി എന്ന് പറയത്തില്ല, മനസ്സിന് ഭയങ്കരമായിട്ടൊരു ഫ്രസ്ട്രേഷനും പിടിച്ചുവലിയൊക്കെ ഉണ്ടാവുന്നതായിട്ടുള്ള ഒരു ടൈമാണ്. പക്ഷെ നിങ്ങൾ ആ ഒരു സർവേശ്വരനടുത്ത് സറണ്ടർ ചെയ്ത് നിങ്ങൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കോൺഷ്യസ്നെസ്സോട് കൂടി തന്നെ നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ വെളിയിൽ വരാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കാമായിട്ടിരിക്കുക. നിങ്ങൾക്ക് ആ ചിന്ത വരുമ്പോൾ പോലും നിങ്ങൾ കാമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇല്ല, ഇതൊരു നെഗറ്റീവ്, അല്ലെങ്കിൽ ഒരു ഫിയർ ബേസ്ഡ്, അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ബേസ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി നിങ്ങളെ തന്നെ കാമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റും. നിങ്ങളുടെ ബാഗേജസ് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു മെസ്സേജും കൂടിയാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നിങ്ങളെ വിട്ടു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഫാമിലിയുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ എവിടേക്കാണോ ബ്ലോക്കേജസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലുള്ളതോ അതൊക്കെ മാറി വരികയാണ്. നിങ്ങൾ ഈ ബ്ലോക്കേജസ്, അല്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത ബാഗേജസ് എടുത്ത് കളയുമ്പോൾ തന്നെ, ഭാരങ്ങൾ എടുത്ത് കളയും, അല്ലെങ്കിൽ അങ്ങനെ ഭാരം തോന്നുന്ന, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിന്നും പയ്യെ ഒഴിവാക്കുന്നത് മൂലം നിങ്ങൾക്ക് ആ ലൈഫിലൊരു സന്തോഷവും, ഫാമിലിയിലൊരു സമാധാനവും സന്തോഷവും ഒത്തൊരുമയും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്നേഹം എക്സ്പ്രസ് ചെയ്യാനും റിസീവ് ചെയ്യാനായിട്ടും കഴിയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ലിമിറ്റഡ് ബിലീവ്സ് ഒക്കെ ഉണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മാറി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരിടത്തും ഒരു ലിമിറ്റഡ് ബിലീഫ്സിലോ ഒന്നും സ്റ്റക്കായി പോകരുത്. ആരെങ്കിലും അവരുടെ ആ ഒരു ലിമിറ്റഡ് ബിലീഫ് ഉണ്ട് നിങ്ങളുടെ അടുത്ത് അത് ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾ അതിലൊന്നും വീണ് പോകരുത്. നിങ്ങൾക്കൊരു യുക്തിയുണ്ട്, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവ് എല്ലാവർക്കും തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ആ ഒരു ചിന്ത നിങ്ങൾ മാക്സിമം ഉപയോഗിച്ച്, നിങ്ങൾ ആ ഒരു സോഴ്സുമായിട്ട് ഗൈഡൻസ് ചോദിച്ച് അവിടെ സറണ്ടർ ചെയ്ത് നിങ്ങൾ ആ ഒരു ഗൈഡൻസിലൂടെ കൂടി നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എന്താണ് പറയുന്നത്, കറക്റ്റായിട്ടുള്ള രീതിയിൽ നിങ്ങളെ അവർ നയിച്ചുകൊണ്ട് പോകും. നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കും. അതുപോലെ നിങ്ങൾക്ക് വരേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നന്മകൾ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തും എന്നുള്ളൊരു മെസ്സേജ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇന്ന് കൂടുതൽ ശ്രദ്ധിക്കണം. മറ്റുള്ളവർ നമ്മളെ ഡൗൺ ആക്കാൻ, മറ്റുള്ളവരുടെ വാക്ക് നമ്മളെ ഡൗൺ ആക്കാൻ ശ്രമിച്ചാൽ അതിൽ വീണ് പോകരുത്. നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് പഴയ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള കാര്യങ്ങളിലൊക്കെ വേണ്ടിയിട്ട് നെഗറ്റീവായിട്ട് കുറേ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യണം. ബിക്കോസ് ഇതൊരു റീഡിങ്, ഒരു ഇൻറ്റിമേഷൻ, ഒരു ഹെൽപ്പ്, ഒരു ഗൈഡൻസ് എന്തിനാണെന്ന് പറഞ്ഞാൽ നമുക്കത് വരാൻ പോകുന്നതിന് നമുക്ക് തടയാൻ വേണ്ടി
മെസ്സേജാണ് അല്ലേ. ഒരു ഹെൽപ്പാണ് നമ്മുടെ ആ ഒരു ഡിവൈൻ നമുക്ക് തരുന്നത്, അതായത് ആ സർവേശ്വരൻ നമുക്ക് ഇൻ വൺ വേ ഓർ അതർ നമുക്ക് തരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കൂടുതലായിട്ടും നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ കുറേ നാളായിട്ട് സെർവ് ചെയ്യാത്തായിട്ടുള്ള കാര്യങ്ങൾ, അത് ആൾക്കാരാവട്ടെ, നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെല്ലാം പറഞ്ഞത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്നുണ്ട് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷേ അവർ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഫോർ എക്സാമ്പിൾ വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ എനർജീനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് നോക്കണം. വിച്ച് മീൻസ് നിങ്ങൾ അവരോട് കൂടുതലായിട്ടും വഴക്കിടാനായിട്ടോ അല്ലെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ടോ ഒന്നും നടക്കണ്ട. ഓക്കെ, നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ കാര്യങ്ങൾ നോക്കി അതിനെ ഇഗ്നോർ ചെയ്ത് പോകണം എന്നുള്ളൊരു കാര്യമാണ്. അത് കൂടുതലായിട്ട് എടുത്ത് വാലിഡേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും, വീടും ഈ കാട് കയറി ചിന്തകളൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ്. സോ അതിനെ ലീവ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ്. സോ നിങ്ങൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞില്ല, ഇപ്പോൾ ജസ്റ്റിസ് കാർഡ് മെയിനായിട്ട് എനിക്ക് കാണുന്നത് ഈ ഒരു ത്രാസിൻ്റെ ആണ്. ഓക്കെ, ഇങ്ങോട്ടും അങ്ങോട്ടും സീസോ പോലെ അങ്ങനെ ചായാതെ നമുക്ക് ആ ഒരു സ്ഥിരത മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ഇവിടെ ഉള്ള ഒരു സെറ്റ് ഓഫ് ആൾക്കാർ വേറെ പറയും, ഇപ്പുറത്ത് വേറെ ആൾക്കാർ എന്തെങ്കിലും പറയാം, അല്ലെങ്കിൽ ഇപ്പുറത്ത് നിങ്ങളുടെ ചിന്തകൾ, അപ്പുറത്ത് വേറെ ആൾക്കാരുടെ ചിന്തകൾ, ഇതൊന്നും നിങ്ങൾ ഒന്നിലും ഇങ്ങോട്ടും അങ്ങോട്ടും താഴാതെ നിങ്ങൾ ആ ഒരു ത്രാസിൽ കറക്റ്റായിട്ട് ആ ഒരു ബാലൻസോട് കൂടി തന്നെ നിൽക്കാൻ ശ്രമിക്കണം എന്നുള്ളൊരു മെസ്സേജാണ് കിട്ടുന്നത്. ബിക്കോസ് അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ആവശ്യമില്ലാത്ത ചിന്തകൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട്. വാവ്, സി ഫുൾ കാർഡ് ആൻഡ് 9 ഓഫ് കപ്പ്. അതാണ് ഈ ഒരു സ്ട്രക്ക് എനർജിയിൽ നിന്നും, ഓവർ തിങ്കിങ്, സ്ട്രക്ക്, മനസ്സിൻ്റെ വിഷമങ്ങൾ, മനസ്സിൻ്റെ വിഭ്രാന്തികളൊക്കെ മാറ്റി നിങ്ങൾക്ക് ആ ഒരു പുതിയ തുടക്കം, നിങ്ങൾക്ക് ആ ഒരു സർവേശ്വരമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഓഫർ ചെയ്യാൻ പറ്റും. ആ ഒരു പുതിയ തുടക്കം, നിങ്ങൾക്ക് ആ ഒരു പുതിയ തുടക്കത്തിൽ ഹാപ്പിനെസ്സും ഫ്രീഡമും നിങ്ങൾ ആഗ്രഹിച്ച അബണ്ടൻസും ലവും ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ കാണിക്കുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടിരിക്കുക. ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് സ്പെഷ്യൽ കാർഡാണ്. ബിക്കോസ് ഇത് ഒറ്റയ്ക്ക് വീണ്ടും നമ്മൾ ഷഫിൾ ചെയ്തപ്പോൾ വന്നൊരു കാർഡാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വാവ്, ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആ ഒരു കാമായിട്ട് അവിടെ സറണ്ടർ ചെയ്ത് നിങ്ങൾ ഇരിക്കുക. ഓക്കെ, ഒരു എക്സ്റ്റേണൽ സിറ്റുവേഷനെ, നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിനെയും ഒരു പേടിയെ നിങ്ങളെ കീഴടക്കാതിരിക്കാനായിട്ട് നിങ്ങൾ വളരെയധികം കോൺഷ്യസ് ആയിട്ട് അവിടെ സറണ്ടർ ചെയ്ത് നമ്മുടെ ജീവൻ്റെ ഉടമസ്ഥനോട് സറണ്ടർ ചെയ്ത്, നമ്മുടെ എല്ലാത്തിൻ്റെയും സർവ്വത്തിൻ്റെയും ഉടമസ്ഥൻ്റെ അടുത്ത് നമ്മൾ സറണ്ടർ ചെയ്ത് ആ ഒറ്റ ഒരു ശക്തിയുടെ മേളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ അവിടെ ഏൽപ്പിച്ചിട്ട് നമ്മൾ കാമായിട്ടിരിക്കുക. നമ്മളുടെ തോട്ട്സോ നമ്മുടെ ഫിയേഴ്സോ മറ്റുള്ളവർ നമ്മളെ താഴ്ത്താൻ ശ്രമിക്കുന്നത് ഇതിലൊന്നും വീണ് പോകാതെ ഇരിക്കാനുള്ള ഒരു സൂചനയാണ് നിങ്ങൾക്ക് ഈ റീഡിങ് പോലെ അവിടുന്ന് തരുന്നത്. ഓക്കെ, സോ ഏഞ്ചൽ മെസ്സേജസ് എന്താണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ബ്യൂട്ടിഫുൾ സോൾസിന് ഇന്നത്തെ 1 ഡേ അവർക്ക് കൊടുക്കാനുള്ള ഗൈഡൻസ്, അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അവർ എടുക്കേണ്ട ഡിസിഷൻസ്. ഒരു ക്ലിയർ കാർഡാണ് വന്നിട്ടുള്ളത്. വാവ്, ഇറ്റ്സ് അപ് ടു യു. സോ എല്ലാവർക്കും ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ചോയ്സ് ഉണ്ട് അല്ലേ. അപ്പം നിങ്ങൾ ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറാൻ പറ്റും, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകും, ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് ചുറ്റും ഉണ്ട്. അത് നിങ്ങളുടേതാക്കേണ്ടത്, സർവേശ്വരനുമായിട്ട് പ്രാർത്ഥിച്ച് സറണ്ടർ ചെയ്ത് നിങ്ങളുടേതായിട്ട് ആക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്, നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. ഒരു നെഗറ്റീവ് തോട്ടിന് നിങ്ങളെ ഒരു വാക്കോ ഒരു ഇതുപോലും നിങ്ങളെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ അതിൻ്റെ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ കോൺഷ്യസ്നെസ് ആയിട്ട് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ, കോൺഷ്യസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കതിനെ മാറ്റാൻ പറ്റും എന്നുള്ളൊരു സൂചനയും കൂടിയാണ്, മെസ്സേജും കൂടിയാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മെസ്സേജ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആൾക്കാരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും കമൻറ്റും കൂടെ ഒന്ന് ചെയ്യണം, റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതേപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർ ഞാൻ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് എടുക്കണം എന്നുള്ളവർ. ഓക്കെ, സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ടേക്ക് കെയർ.